നമ്മുടെ പ്രിയങ്കരനായ കർണാടക മന്ത്രി നിങ്ങളുടെ മുൻപിൽ ചെറിയ സമയം സംസാരിച്ചു. ആ സംസാരത്തിൽ നിങ്ങൾക്ക് കർണാടകയിലെ ഒരു ഭരണത്തിന്റെ ഒരു ഒരു ഭരണത്തിന്റെ ഒരു ചെറിയ ഒരു ചെറിയ ഭാഗമെങ്കിലും നിങ്ങൾക്ക് അതിനെ പിടികിട്ടിയിട്ടുണ്ടാവും. എന്താണ് അവിടെ നടക്കുന്നത്? ഒന്ന് അത് വെച്ചുകൊണ്ട് കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റിനെ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞങ്ങളിത് 8ാമത്തെ ദിവസമായി യാത്ര. ഈ 8ാമത്തെ ദിവസം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത്, രാവിലെ ഞങ്ങളൊന്ന് ജനങ്ങളെ ഒരു മുഖാമുഖം കാണുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾ, പാവപ്പെട്ടവർ. പിണറായി വിജയൻ കണ്ടതുപോലെയല്ല. പിണറായി വിജയൻ കണ്ടതൊക്കെ അദ്ദേഹത്തിന്റെ യാത്രയിൽ കണ്ടത് സാമ്പത്തിക ശേഷിയുള്ള ധനാഢ്യന്മാരായ ബിസിനസ് ക്ലാസ് ആളുകളാണ് അദ്ദേഹത്തിന്റെ സന്ദർശകരെങ്കിൽ, എന്റെയും സതീശന്റെയും സന്ദർശകന്മാർ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവർ, അധ്വാനിക്കാൻ വകയില്ലാത്തവർ, ജീവിക്കാൻ കഴിവില്ലാത്തവർ, കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്തവർ, രോഗം വന്നവർ, അങ്ങനെ ദയനീയമായ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശങ്ങളൊന്നും കിട്ടാതെ നിഷേധിച്ച് സർക്കാരിന്റെ മുമ്പിൽ പോയി കുത്തിരുന്നിട്ട് പോലും മറുപടി കിട്ടാത്ത പാവങ്ങൾ, അവരുടെയൊക്കെ വിലാപം കണ്ടും കേട്ടുമാണ് ഞങ്ങൾ ഈ 8 ദിവസം പിന്നിട്ടത്. സത്യം പറഞ്ഞാൽ ഓരോ കഥ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പോലും വെള്ളം നിറയും. ഇത്ര ദയനീയമാണ് ആ അവസ്ഥ. അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത്, ഈ സംസ്ഥാനത്തൊരു ഭരണമില്ല, ഈ സംസ്ഥാനത്തൊരു ഭരണം വേണ്ടേ? ഇവിടെ എന്ത് ഭരണം നടക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കുക. ആർക്കാണ് അർഹതപ്പെട്ട അവകാശങ്ങൾ ലഭ്യമായ വിഭാഗം കേരളത്തിൽ ആരാണ്? നിഷേധിക്കപ്പെടുകയാണ്. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ധിക്കാരത്തോടുകൂടി അത് നിഷേധിക്കുകയാണ്. എന്ത് ധിക്കാരമാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ധിക്കാരം ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും മന്ത്രിക്കുണ്ടോ? ഏതെങ്കിലും മന്ത്രിക്ക്? നരേന്ദ്രമോദിക്ക് പോലും പിണറായി വിജയന്റെ ഈ പച്ചയായ ധിക്കാരം അദ്ദേഹത്തിന് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹവും ഒരു ഏകാധിപതിയാണ്. ആ ഏകാധിപതിക്ക് പോലും കാണാത്ത ധിക്കാരത്തിന്റെ പ്രതീകമാണ് പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ഭരണം ഒന്ന് വിലയിരുത്തുക നിങ്ങളെല്ലാ ആളുകളും. നമുക്ക് നമ്മുടെ സമരാജ്ഞി, ആ സമരാജ്ഞിക്ക് നമുക്കൊരു തീജ്വാലയുണ്ട്. ആ തീജ്വാല ജനമനസ്സിലേക്ക് തീ കൊളുത്തേണ്ടുന്ന ഒരു രാഷ്ട്രീയ ഘടകമാണ്. ആ രാഷ്ട്രീയ ഘടകം നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ക്യാമ്പയിൻ നടക്കണം, പ്രചരണം നടക്കണം. വീടുകൾ തോറി വ്യക്തിപരമായി കണ്ട് ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മയെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ മാനസികമായ പരിവർത്തനത്തിന് വിധേയമാക്കാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ സമരാഗ്നി എന്ന സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെന്റെ പ്രിയപ്പെട്ടവർ ഏറ്റെടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്ത് ഒരു നിയമവാഴ്ചയുണ്ടോ നിങ്ങൾ പരിശോധിക്കുക. എന്ത് നിയമവാഴ്ചയാണ് ഇവിടെയുള്ളത്? ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് എന്ത് നിയമവാഴ്ചയുണ്ട് നിങ്ങൾക്കറിയാമോ? ഈ രാജ്യത്തെ ചരസും കഞ്ചാവും മറ്റ് ലഹരി സാധനങ്ങളും സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ കോളേജ് തലത്തിൽ ഒഴുകുകയാണ്. ഒരു പോലീസുമില്ല, ഒരു പോലീസും ഇടപെടുന്നില്ല. എത്രയോ കൊച്ചുമക്കൾ അതിന് വിധേയരായി കഴിഞ്ഞു, അച്ഛനമ്മയെ അറിഞ്ഞിട്ടില്ല. ഒരു തലമുറയുടെ നാശം, ഒരു തലമുറയുടെ വംശനാശം നടക്കുന്നു, ഞാനും നിങ്ങളും അറിയാതെ ഈ കേരളത്തിൽ. ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോലീസുണ്ട്. പക്ഷേ പോലീസുകാർക്ക് അറിയില്ല, പോലീസുകാർ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ പണിയെടുക്കുന്നില്ല. എക്സൈസുകാരും അത് അറിഞ്ഞിട്ട് പോലും ആ വഴിയെ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നു, ഇവിടെ നീതിയുണ്ടോ? ഇവിടെ നിയമമുണ്ടോ? എത്ര കിരാതമായ കൊലപാതകം നടന്നു കേരളത്തിൽ, എത്ര കിരാതമായ കൊലപാതകം!
നമുക്കറിയാലോ, ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറും വാളയാറും 2 സ്ഥലത്തായി 3 പിഞ്ചുമക്കൾ 9 വയസ്സ്, 6 വയസ്സ്, 15 വയസ്സ് ബലാത്സംഗം ചെയ്തവരെ കൊന്ന് അവരെ കെട്ടി തൂക്കിയിട്ട് ആ പ്രതികളെ ശിക്ഷിക്കാൻ ഇവിടെ പോലീസ് ഉണ്ടായോ? ഇവിടെ ഗവൺമെന്റ് ഉണ്ടായോ? അറസ്റ്റ് ചെയ്തില്ല. പ്രതി ഡിവൈഎഫ്ഐ കമ്മ്യൂണിസ്റ്റുകാരനാ. അറസ്റ്റ് പോലും ചെയ്തില്ല. ജനങ്ങൾ പ്രക്ഷോഭത്തിൽ ഇറങ്ങിയപ്പോ അറസ്റ്റ് ചെയ്തു, പിന്നെ അവരെ വിട്ടു. ഞാൻ ചോദിക്കുന്നു, എവിടെ ഈ നാട്? വിദ്യാസമ്പന്നന്മാരുടെ നാടെന്നാണ് കേരളത്തെക്കുറിച്ച് പറയുന്നത്. ആ വിദ്യാസമ്പന്നതയുടെ മണ്ണിലാണ് നടക്കുന്ന അക്രമം, അതിക്രമം എന്ന് നിങ്ങൾ ഓർക്കണം. അവിടെയാണ് പിണറായി വിജയന്റെ ഭരണത്തിന്റെ സുഖവും ദുഃഖവും ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. എവിടെ പോകുന്നു ഈ നാട്? ഓരോന്നായി നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവിടെ ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കേണ്ടുന്ന എന്തെങ്കിലും ഭരണ സംവിധാനം ഈ രാജ്യത്ത് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അണിയല്ലേ? അവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഒന്നും നടക്കുന്നില്ല.